ഗൈസ് മെറ്റാലിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്നൊരു ട്രാവലറിന്റെ മിനിയേച്ചർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഓണറും സാരഥികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. ഓണർ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അജോ ചേട്ടൻ ക്രിസ്റ്റി. അപ്പോൾ നമ്മുടെ സാരഥികൾ എല്ലാവരും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാവലിൻ്റെ മോഡലിനെ കുറിച്ച് നമുക്ക് ഇവരുടെ തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് മോഡൽ? എന്നെങ്ങനെയാണ് കോൺടാക്ട് ചെയ്തത്? നിങ്ങൾ വണ്ണസിൻ്റെ ദശാവതാർ ചെയ്യണ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ നമ്പർ എടുത്ത് ഞാൻ കോൺടാക്ട് ചെയ്ത് പറയാൻ. പിന്നെ ഈ വണ്ടി ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാനുള്ള തീരുമാനം എന്താ? അതാരാണ് ആദ്യമേ എടുത്തത്? തീരുമാനം എടുത്തത് ഞങ്ങൾക്ക് ഇത് നേരത്തോട്ട് ആഗ്രഹമുള്ളതാണ് മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ആളെ ഞങ്ങൾ തപ്പി കണ്ടു, അങ്ങനെ എടുത്തതാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ വർക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നല്ല വർക്കാണ്. ഈ പുണ്യാളൻ ഹോളിഡേയ്സ് വരുന്നത് ഇത് എവിടെയായിട്ടാണ് കറക്റ്റ്? നമ്മുടെ ഗൈസ് നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം ചെമ്മനത്തേര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ടൂറിസ്റ്റിൻ്റെ പരിപാടി അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യാനോ? പരിപാടിയുണ്ട്, പിന്നെ പേര് ഗൈസ്. അപ്പോൾ ചെറിയ ഈ മിനിയേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ വലിയ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് പുണ്യാളൻ ട്രാവൽസ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. പുതിയത് വരുന്നത് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ പേരെന്താ? അനന്ത് ചേട്ടൻ. നമുക്ക് അതേ മറ്റൊരു സാരഥിയും കൂടി ഇരിപ്പുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? അഭിജിത്ത് ചേട്ടനാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിൽ 2 ഓണേഴ്സ് ഇരിപ്പുണ്ട്. ഇവരാണ് ഈ വണ്ടി രണ്ടുപേരും കൂടി ടീമായിട്ട് എടുത്തത്. അപ്പോൾ ചേട്ടനെ ഇട്ടിരിപ്പുണ്ട് ചേട്ടാ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചത്. വണ്ടി കൊള്ളാം, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഈ വർക്കൊക്കെ എവിടെയാണ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ ഉല്ലലയിൽ തന്നെയാണ് വണ്ടി വർക്ക് ചെയ്തേക്കുന്നത്. ആളുടെ പേര് അശ്വിൻ എന്നാണ്. യൂണിക് കസ്റ്റംസ് എന്നാണ് അതിൻ്റെ പേര്. അവിടെയാണ് വണ്ടിയുടെ പണി മൊത്തം ചെയ്തേക്കുന്നത്. അജയ് ചേട്ടാ, ഈ വണ്ടിയിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ബേസിക്കലി? നിലവിൽ വണ്ടിയിൽ കാണുന്ന പോലെ ഒരു 4 ഹെഡ്, പിന്നെ 4 ഡോട്ട് ലേസർ, പിന്നെ JBLൻ്റെ 1090ൻ്റെ 2 പഞ്ച് ബോക്സ്, പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ 6 പൈനീറിൻ്റെ സ്പീക്കറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റൊക്കെ ഫോണിലാണ് കൺട്രോൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് ഫുള്ള് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പാട്ടിൻ്റെ ബീറ്റ് അനുസരിച്ച് ഇത് ഫുള്ള് വർക്ക്. ചേട്ടാ, അപ്പോൾ ഇനി പുതിയതായിട്ട് വർക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വണ്ടിയിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വർക്ക് ഇനി വരാനുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ വണ്ടി എടുത്ത സീസൺ ടൈമിലായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വർക്ക് കയറ്റി നല്ല ടൈം നമുക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പെൻഡിങ് ഉള്ളത് സൗണ്ട് ഇച്ചിരി കൂടെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റൂഫും ബെർത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫിക്സിൽ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ വർക്ക് വരാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുണ്യാളൻ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിലേക്ക് വരുന്നത്? ഞങ്ങളൊരു കടന്നു വരുമെങ്കിൽ 7-8 കൊല്ലമായിട്ട് വണ്ടി പ്രസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രാവലർ എടുക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്. ചെറുപ്പകാലം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ്. ആർക്കുള്ളൊരു ആഗ്രഹമാണല്ലോ. നമുക്ക് അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ തട്ടി ഇവിടം വരെ എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിൽ വണ്ടി നോക്കി വന്നപ്പോൾ KL 36 വണ്ടിയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊതുവെ ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യം ഉണ്ടായിരുന്ന കാര്യമാണ് നമ്മുടെ ഈ ഏരിയയിൽ ഇല്ലാത്ത വ്യത്യസ്തത കണ്ടുവരാനുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഇല്ലാത്തൊരു നല്ല കിടിലൻ വണ്ടി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ വോക്കായപ്പോൾ സൂപ്പറാണ്. ഞാനപ്പോൾ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. KL 36 രജിസ്ട്രേഷനിൽ ഒരു വണ്ടി കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഇല്ലാത്ത എന്നാൽ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് കയറിപ്പോയേ വേണം, മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒരു വണ്ടി കൊണ്ടുവരുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് അത്യാവശ്യം വന്ന നാൾ തൊട്ട് ഇന്ന് വരെ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ. ട്രാവലർ അല്ലാണ്ട് മറ്റൊരു വണ്ടിയിലേക്ക് ഈ പുണ്യാളൻസ് വളരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഒരു വലിയൊരു ആഗ്രഹമാണ് ട്രാവലർ. അത് സ്വന്തമാക്കി അതോടൊപ്പം തന്നെ 49 സീറ്റ് ഞങ്ങളുടെ വലിയൊരു അതേപോലെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. അതും ഉടനെ ഉണ്ടാവും. പുണ്യാളൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും പുണ്യാളൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇത്രയും വളർന്നു, ഇനിയും വളരെ തന്നെ ചെയ്യും. അതുകൊണ്ട് ആ വണ്ടിയും വരും.
അപ്പോൾ ഈ ക്യാമ്പസുകളിൽ ഈ വണ്ടി ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സൊക്കെ എങ്ങനെയൊക്കെയാണ്? ഞാൻ നോക്കിയിട്ട് എല്ലാവരും ഇതുവരെ വണ്ടി ട്രിപ്പ് പോയിട്ട് ആരും ഇതുവരെ വണ്ടിയെ പറ്റി ഒരു മോശമായിട്ടോ ഒരു അഭിപ്രായങ്ങളൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ആ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 ട്രിപ്പായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ഊട്ടിയെ മസനോടി പോയതും നമ്മൾ ഇതിനു മുമ്പ് ഒരു ബൈസൺ വാലി പോയ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ട്രിപ്പ് വന്നേക്കുന്നത്. അപ്പം വണ്ടി പോകും തോറും ആൾക്കാർ കണ്ട് അവർ അറിഞ്ഞടുത്ത് നമ്പർ മേടിച്ച് വിളിച്ച് കോൺടാക്ട് ചെയ്താണ് നമ്മൾ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ട്രിപ്പ് നല്ല രീതിയിൽ തന്നെയാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അപ്പുറം തന്നെയാണ്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഒരു നല്ല റണ്ണിങ് ഷൂട്ടും കൂടി കാണാം. ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഇവിടെ ഇങ്ങോട്ടും കാണില്ല. വണ്ടി കയറ്റി വിട്ടേക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ഇറ്റ്സ് മീ അതുൽ സൈനിങ് ഔട്ട്.